അമേരിക്കയുടെ പകരം തീരുവ നയത്തിന്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. ഇതുവരെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രതീക്ഷിച്ച അത്ര തകർച്ച ഉണ്ടായിട്ടില്ല. അതേസമയം ഓരോ രാജ്യത്തിനും അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവയ്ക്ക് പിന്നിൽ ട്രംപ് പറയാത്ത കാരണങ്ങളാണ് ഉള്ളതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. India, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ ഇന്ത്യ 52% നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നില്ല. 2023 ഇത് ശരാശരി 10% മാത്രമായിരുന്നു. ഇതുപോലെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ചുമത്തുന്നുവെന്ന ട്രംപ് പറഞ്ഞ തീരുവയും തെറ്റാണ്. പ്രഖ്യാപനം വന്നതു മുതൽ ട്രംപിന് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന പരിശോധനയിലാണ് സാമ്പത്തിക വിദഗ്ധർ. അത് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ വ്യത്യാസമാണെന്നാണ് പലരും പറയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യ $87 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. ഏതാണ്ട് $42 ബില്യൺ ഇറക്കുമതിയെ അവിടെ നിന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. വ്യത്യാസം $45 ബില്യൺ. ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ 52%. ഇതേ 52% ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഏർപ്പെടുത്തിയ ചുങ്കമായി അവതരിപ്പിച്ചത്. മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയേക്കാൾ എത്ര കുറവാണ് ഇറക്കുമതി എന്ന് നോക്കിയാണ് അമേരിക്ക പുതിയ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ പ്രതീക്ഷിച്ചത്ര തകർച്ച ഇതുവരെ നേരിട്ടിട്ടില്ല. പ്രധാന കാരണം പുതിയ തീരുവയിൽ നിന്ന് ചില മേഖലകൾ ഒഴിവാക്കിയതാണ്. മരുന്നുകൾ, സ്റ്റീൽ, അലൂമിനിയം, വാഹനങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നീ മേഖലകളാണത്. അവയുടെ മികച്ച പ്രകടനം ഇന്ത്യൻ വിപണിയെ താങ്ങി നിർത്തി. അമേരിക്ക തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിലെ അടുത്ത ഘട്ടം അവിടേക്ക് അയക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കും എന്നതായിരിക്കും. ഇതിനുവേണ്ടി രാജ്യങ്ങൾ തമ്മിൽ വലിയ മത്സരം തുടങ്ങും. ചൈനീസ് കാറുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് അതിലൊന്ന്. ന്യൂസ് ഡെസ്ക്, News 18.